ഹായ്, നമുക്കിന്ന് ഒരു തായ് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. ഇത് പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ സീസൺ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും മാങ്ങ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമ്മറിൽ ഇങ്ങനെ ഉണ്ടാക്കും. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മുടെ നാട്ടിലെ മെയിൻ മാമ്പഴ പുളിശ്ശേരിയാണ്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു നോൺ വെജ് ഐറ്റം. ഇതിൻ്റെ ചില ഇൻഗ്രീഡിയൻസ് എല്ലാം തായ് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ചിലപ്പോൾ നാട്ടിൽ കിട്ടാത്തതാണെങ്കിലും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും നമുക്ക് ചെയ്യാം. ടേസ്റ്റൊക്കെ മോസ്റ്റ്ലി സിമിലർ ആയിരിക്കും. ചില സാധനങ്ങൾ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഈ വീഡിയോയിൽ പറയണുണ്ട്. ഇതിനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചില്ലി ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ തായ് റെഡ് പേസ്റ്റ്, അത് നമുക്ക് ഉണ്ടാക്കാനുള്ള വിധം നോക്കാം. പിന്നെ 1 കപ്പ് മാംഗോ, പഴുത്ത മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്ത മാംഗോ പ്യൂരി, 1 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിപ്പാൽ അല്ലെങ്കിൽ തേങ്ങര ക്രീം, പിന്നെ 1 ടീസ്പൂൺ ഇട്ട് കലക്കിയ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദാപ്പൊടി ഇട്ട് കലക്കിയാലും മതി. 1/2 ടീസ്പൂൺ പാം ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ സാധാ പഞ്ചസാര, പിന്നെ നല്ല തായ് ചില്ലി അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചുമന്ന മുളക്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി കൊറിയാൻഡറും വേണം. റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1 ഉള്ളി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 5 വറ്റൽമുളക്, ലെമൺ ഗ്രാസ് ഉണ്ടെങ്കിൽ അതൊരു കഷ്ണം, അതില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. നിങ്ങൾക്ക് ഷ്രിംപ്പ് കംഫർട്ടബിൾ ആണെങ്കിൽ ഉണക്ക ചെമ്മീൻ ഒരു 3-4 എണ്ണം ആഡ് ചെയ്തോളൂ. ഇതെല്ലാം കൂടെ അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കണം. ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ചൂടാക്കി ഈ ജിഞ്ചർ റെഡ് ചില്ലി പേസ്റ്റ് ഇട്ട് അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് അതൊന്ന് നല്ല മിക്സായി അര കുക്കിംഗ് പരുവമാകുമ്പോൾ ഒരു കട്ട് ചെയ്ത തായ് ചില്ലിയും ഉപ്പും പാം ഷുഗറും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് തേങ്ങാപ്പാലോ കോക്കനട്ട് ക്രീമോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ചിക്കൻ കുക്കാവുന്ന വരെ വേവിക്കുക. അത് കഴിയുമ്പോഴേക്കും മാംഗോ പൾപ്പും ആഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ച 1 കപ്പ് മാംഗോ പൾപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് കുറുകി വരുമ്പോഴേക്കും കലക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ചും ആഡ് ചെയ്ത് ഈ ഗ്രേവി ഒന്ന് തിക്കാവുന്നവരെ ഇളക്കി ചൂടായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് തായ് റെഡ് ചില്ലി അല്ലെങ്കിൽ നമ്മുടെ റെഡ് ചില്ലീസ് കട്ട് ചെയ്ത് അതും ഇട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സും മുകളിലിട്ട് നമുക്ക് ചൂടായിട്ട് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ യൂസ് ചെയ്യാം.